നീ എൻ ജീവനിൽ ഭാഗം 20. ഉള്ളിൽ കിടക്കുന്ന മദ്യവും ദക്ഷിണയോടുള്ള പ്രണയവും അവൾ ശ്രീദേവിനോടുള്ള പ്രണയം പറയാൻ വരുന്നു എന്നുള്ള ദേഷ്യം എല്ലാം കൂടിയായപ്പോ അവളെ വിട്ടുകൊടുക്കാതെ ഇരിക്കാൻ അവളെ ശാരീരികമായും സ്വന്തമാക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ അവിടെ വെച്ച് എന്റെ ദക്ഷയാണെന്ന് കരുതി നിന്നെ അത് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കരുത്. ഇപ്പോഴും എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നത് ആ ഒരു ഒറ്റ കാര്യത്തിലാണ്. ഈ മനസ്സും ഈ ശരീരവും എല്ലാം അവൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചതാണ് ഞാൻ. ഒരു പെണ്ണിനെ പോലും നോക്കാതെ ഏതെങ്കിലും ഒരു സ്ത്രീ എന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഒറ്റ നോട്ടമേ ഞാൻ നോക്കൂ. ആ നോട്ടത്തിൽ പേടിച്ചു മാറി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോഴെല്ലാം മനസ്സുകൊണ്ട് പറയും, ഞാൻ എന്റെ ദക്ഷയുടെയാണെന്ന്. ദക്ഷയ്ക്ക് മാത്രമേ എന്നെ നോക്കാനുള്ള അധികാരമുള്ളൂ എന്ന് മനസ്സിൽ പറയുമായിരുന്നു ഞാൻ. ആ ഞാനാണ് നിന്നെ. അത്രയും പറഞ്ഞുകൊണ്ട് കൈകൾ കൊണ്ട് മുടി പിടിച്ചു വലിച്ചു അവൻ സോഫയിലേക്ക് ഇരുന്നു. ഒന്നും പറയാനോ പ്രതികരിക്കാനോ ആവാതെ അവന്റെ മുന്നിൽ ശ്രീകുട്ടി നിന്നു. മോനെ സഞ്ജീവ്, ഗോപിച്ചേട്ടൻ വിളിച്ചുകൊണ്ട് അവന്റെ മുന്നിൽ വന്നു നിന്നു. അവൻ മുഖമുയർത്തി നോക്കാതെ അങ്ങനെ തന്നെ ഇരുന്നു. മോനെ, ദേ നീ ഇത് കുടിക്ക് എന്ന് പറഞ്ഞ് അവന്റെ നേരെ കയ്യിലിരുന്ന ട്രേ നീട്ടി. അവൻ മുഖമുയർത്തി ഗോപിച്ചേട്ടനെ നോക്കി. എന്നെ എന്നെ നിങ്ങൾക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഗോപിച്ചേട്ടാ? അവൻ ചോദിച്ചതും അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അതോടൊപ്പം അവന്റെയും. എനിക്ക് മനസ്സിലാവും. ആർക്ക് മനസ്സിലായില്ലെങ്കിലും നിന്നെ എനിക്ക് മനസ്സിലാവും മോനെ എന്ന് പറഞ്ഞ് അയാൾ സഞ്ജീവിന്റെ തലയിൽ തലോടി. അതെല്ലാം നോക്കിക്കൊണ്ട് ശ്രീകുട്ടി നിന്നു. കുട്ടി ഇവിടെ നിൽക്കാൻ വന്നതാണെങ്കിൽ മുകളിലോ താഴെയോ റൂമുണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ തൽക്കാലം സഞ്ജീവ് കുഞ്ഞിനെ വെറുതെ വിട്, ചെല്. അയാൾ പറഞ്ഞതും അവൾ അദ്ദേഹത്തെ നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ താഴെയുള്ള ഒരു റൂമിലേക്ക് അവൾ കയറിപ്പോയി. അവൾ പോയതും ഗോപിച്ചേട്ടൻ അവനെ എഴുന്നേൽപ്പിച്ചു. വാ, റൂമിലേക്ക് പോകാം. കുറച്ചു സമയം ഒന്നുറങ്ങ്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും എല്ലാം നേരെയാവും, അദ്ദേഹം പറഞ്ഞു. എങ്ങനെ എങ്ങനെ നേരാവുന്ന ഗോപിച്ചേട്ടൻ പറയുന്നേ? ഒന്നും ഒന്നും നേരെയാവാൻ പോകുന്നില്ല ഗോപിച്ചേട്ടാ. അത്രമാത്രം ഞാൻ സ്നേഹിച്ചിട്ടും എന്താ അവൾ എന്നെ മനസ്സിലാക്കാതെ പോയത്? എന്തിനാ എന്റെ അടുത്ത് നിന്ന് ദൈവം അവളെ തട്ടിപ്പറിച്ചെടുത്തത്? കൗമാരപ്രായത്തിൽ മനസ്സിൽ കയറിയതല്ലേ, പെട്ടെന്നങ്ങനെ വിട്ടുകളയാൻ തോന്നുന്നില്ല. അതുകൊണ്ടല്ലേ മറ്റൊരാളുടെ ആണെന്ന് അറിഞ്ഞിട്ടും പിടിച്ചെടുക്കാൻ ഇപ്പോഴും ഞാൻ നോക്കുന്നത്. അവൻ പറഞ്ഞുകൊണ്ട് കരഞ്ഞു. മതി മതി കരഞ്ഞത്, വാ ഞാൻ കൊണ്ടുപോയി ആക്കിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തന്നെ സഞ്ജീവിനെ താങ്ങി മുകളിലേക്ക് കൊണ്ടുപോയി. ഇതെല്ലാം കണ്ട് റൂമിന്റെ വാതിക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു ശ്രീകുട്ടി. അവളുടെ മനസ്സിലും ആ കാഴ്ച വേദന നിറച്ചു. സഞ്ജീവ് പ്രഭാകർ എത്രമാത്രം ദക്ഷിണ വിജയകുമാറിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു. പക്ഷേ ഇതിനും അപ്പുറം മറ്റൊരു സത്യമുണ്ട്. അവൾ ശ്രീദേവിന്റെയാണ് എന്ന്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായവരാണ് അവർ. അകറ്റാൻ നോക്കിയിട്ടും ദൈവമായിട്ട് വീണ്ടും കൂട്ടിച്ചേർത്തവർ. അവരെ പിരിക്കാൻ ഒരിക്കലും ആർക്കും സാധിക്കില്ല എന്ന് ശ്രീകുട്ടിക്ക് അറിയാമായിരുന്നു. പിരിക്കാൻ ശ്രമിച്ച തന്റെ അവസ്ഥ എപ്പോഴോ ശ്രീദേവിനോട് തോന്നിയ ഒരു പ്രണയം അല്ല. അതിനെ പ്രണയമെന്നൊന്നും വിളിക്കാൻ പറ്റില്ല. കാരണം പ്രണയമല്ലായിരുന്നു. ശ്രീദേവിന്റെ പണം, പ്രശസ്തി, ദക്ഷയോട് കാണിക്കുന്ന സ്നേഹം, കെയറിങ് എല്ലാം കണ്ടപ്പോൾ ഉണ്ടായ ഒരു ആകർഷണം, കുശുമ്പ് എന്നൊക്കെ പറയാം. അതായിരുന്നു തന്നെ തന്റെ കൂട്ടുകാരിൽ നിന്നും അകറ്റിയത്. തന്റെ ഏറ്റവും നല്ല ഒരു കാലഘട്ടത്തിൽ നിന്നും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചത്. ശ്രീകുട്ടി ഓർത്തു, എല്ലാവരും ദക്ഷയെ പ്രണയിക്കുന്നു. ആത്മാർത്ഥമായിട്ട് ഒരാൾ ഇവിടെ കിടന്ന് അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. മറ്റൊരാൾ അവളെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്നു. ഭാഗ്യം ചെയ്തതാണ് ദക്ഷിണ എന്ന് അവൾ ഓർത്തു. താനാണ് ഇപ്പോൾ പെട്ടുപോയിരിക്കുന്നത്. ആരുടെ ഭാഗത്ത് നിൽക്കണം? ദക്ഷിണ ശ്രീദേവിൻ്റെയോ അല്ലെങ്കിൽ തൻ്റെ തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ ശരീരം സ്വന്തമാക്കിയ സഞ്ജീവിൻ്റെ കൂടെ നിൽക്കണോ? അവൾക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. തല പൊട്ടിപ്പൊളിയുന്നത് പോലെ തോന്നി. അവൾ റൂമിൻ്റെ ഡോറടച്ച് ബെഡിൽ വന്ന് കിടന്നു. അപ്പോഴെല്ലാം മനസ്സിൽ സഞ്ജീവ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ദക്ഷിണ എന്ന് കരുതി തന്നെ സ്വന്തമാക്കിയത്. പക്ഷേ ഇപ്പോ താനും
സഞ്ജീവിനെ സ്നേഹിച്ചു തുടങ്ങിയോ? സഞ്ജീവിൻ്റെ ഈ പ്രണയം, ഈ ഗാഢമായ ഈ പ്രണയം, അത് തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം ശ്രീകുട്ടിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ആ സമയമാണ് ഡോറിൽ ആരോ വന്ന് മുട്ടിയത്. അവൾ ചെന്ന് വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ഗോപിച്ചേട്ടനെയാണ് കണ്ടത്. മോൾക്ക് എന്നെ മനസ്സിലായി കാണില്ല അല്ലേ? അയാൾ ചോദിച്ചു. ഇല്ല, ഇപ്പോ സഞ്ജീവ് വിളിക്കുന്ന കേട്ടപ്പോൾ ഗോപിച്ചേട്ടൻ അല്ലേ? അവൾ ചോദിച്ചു. അതെ, സഞ്ജുമോൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. കുറേ നാളത്തേക്ക് എനിക്ക് അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയില്ല. ഈ കേസും പ്രശ്നങ്ങളുമായി നടന്നപ്പോഴാണ് തിരിച്ച് ഞാൻ സഞ്ജുവിൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോഴേക്കും സഞ്ജുവിൻ്റെ മാറ്റം എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമായിരുന്നു മോളെ. ഞാൻ മോളെ കാണാൻ വന്നത് ഒരു കാര്യം പറയാനാണ്. എന്താ? ശ്രീകുട്ടി ചോദിച്ചു. എനിക്ക് അകത്തേക്ക് വരാവോ? അയാൾ ചോദിച്ചതും അവൾ റൂമിൻ്റെ ഡോറിൽ നിന്നും മാറിക്കൊടുത്തു. ഗോപിച്ചേട്ടൻ അകത്തേക്ക് കയറി അവിടെയുള്ള ചെയറിലായി ഇരുന്നു. ഞാൻ മോളോട് പറയാൻ വരുന്നത് മോളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. മോന് മെഡിസിൻ കൊടുത്ത് ഉറക്കി. ഉറങ്ങണമെങ്കിൽ ഇപ്പോൾ ഉറക്കഗുളിക കൂടിയേ പറ്റൂ, അല്ലാതെ ഉറങ്ങില്ല. ചില നേരത്ത് ഒരെണ്ണത്തിലൊന്നും നിൽക്കില്ല, രണ്ടെണ്ണമൊക്കെ കഴിക്കേണ്ടി വരും ഒന്ന് ഉറങ്ങണമെങ്കിൽ. ഇപ്പോൾ ഞാൻ ഒരെണ്ണം കൊടുത്ത് ഉറക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ മോളോട് ഒരു സഹായം ചോദിച്ചാണ് വന്നത്. മോളിവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണോ? അയാൾ ചോദിച്ചു. ആണോന്ന് ചോദിച്ചാൽ എനിക്ക് പോകാൻ വേറൊരു സ്ഥലമില്ലാതായി. അമ്മയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ തെറ്റായൊരു തീരുമാനം എടുത്തപ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് എന്നെ തിരുത്താൻ നിൽക്കാതെ എൻ്റെ കൂടെ നിന്നു, എന്നെ തെറ്റിലേക്ക് നയിച്ചു. അവസാനം അമ്മ തെറ്റിൻ്റെ കൂടെ പോയി. അമ്മ എവിടെയാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഒറ്റപ്പെട്ടു പോയി. അച്ഛനും എന്നെ അകറ്റി കളഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നത് കൂട്ടുകാരാണ്. ദക്ഷിണ. ഞാൻ അറിയാം, മോളെ തെറ്റ് ചെയ്യാത്തവനായിട്ട് ആരുമില്ലല്ലോ. ഇനിയിപ്പോൾ വന്നതിനെക്കുറിച്ച് ആലോചിക്കാതെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പാടില്ലേ? സഞ്ജീവ് മോനെ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. സഞ്ജുമോൻ്റെ മനസ്സിൽ എത്രത്തോളം ആ കുട്ടി കയറിയിട്ടുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആദ്യമൊന്നും ഞാൻ കാര്യമാക്കിയില്ല. പക്ഷേ ഓരോ ദിവസവും മോൾ ആ മുറിയിലേക്കൊന്ന് പോയി നോക്കണം. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര ഭ്രാന്താണ് ദക്ഷിണ എന്ന് പറയുന്ന ആ കുട്ടിയെന്ന്. തിരിച്ചു പിടിച്ചു കൊണ്ടുവന്ന് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചേനെ. പക്ഷേ ആ കുട്ടിയുടെ സന്തോഷം ഞാൻ കണ്ടതാണ്. ശ്രീദേവ് എന്ന് പറയുന്ന അതിൻ്റെ ഭർത്താവുമൊത്തുള്ള ജീവിതം ഞാൻ കണ്ടതാണ്. അവരെത്രമാത്രം സന്തോഷത്തിലാണെന്നറിയോ? ആ സന്തോഷത്തെ ഇല്ലാതാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത ഒരിക്കലും ആ കുട്ടി സന്തോഷത്തോടെ സഞ്ജീവിൻ്റെ ഒപ്പം ജീവിക്കില്ല. ഇനി ചിലപ്പോൾ ആ കുട്ടി അതിൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിച്ചെന്ന് വരും. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. ഒരുപാട് ജീവിതങ്ങൾ തകർക്കും. ശ്രീദേവ്, സഞ്ജീവ്, പിന്നെ ആ കുട്ടി, അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ ഇതോടുകൂടി പോകും. എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഒരു വഴി കിട്ടിയില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ മോള് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു, മോളെ തെറ്റാണെങ്കിലും നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായതല്ലേ? സഞ്ജുമോൻ പറഞ്ഞത് സത്യമാണ്. സഞ്ജുമോന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണും ഇതുവരെ കടന്നു വന്നിട്ടില്ല. അവന്റെ ദക്ഷിണയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. പക്ഷേ അതിനിടയിലേക്കാണ് മോള് കടന്നു വന്നത്. അത് അങ്ങനെ സംഭവിക്കണമെന്നത് ദൈവനിശ്ചയമായിരുന്നു. ചിലപ്പോ സഞ്ജുവിനു വേണ്ടി ജനിച്ച പെണ്ണ് നീയായിരിക്കും. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ സ്നേഹിച്ച് അവളെ ഇത്രയും ആത്മാർത്ഥമായിട്ട് അവൻ സ്നേഹിച്ചിട്ടും ആ സ്നേഹം ആ പെൺകുട്ടി തിരിച്ചറിഞ്ഞില്ല. ആ കുട്ടിയെയും കുറ്റം പറയാൻ പറ്റില്ല. ആ കുട്ടിയുടെ പ്രണയം ശ്രീദേവായിരുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി നിനക്ക് സ്നേഹിച്ചൂടെ എൻ്റെ സഞ്ജുവിനെ? നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പുരുഷനും അവൻ തന്നെയല്ലേ? നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ അത് എപ്പോഴും ഒരു നീറ്റലായി ഉണ്ടാകും. ഇനിയൊരു പക്ഷേ ദക്ഷയെ അവൻ വിവാഹം കഴിച്ചാലും, ശ്രീദേവിന്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുവന്ന് അവൻ വിവാഹം കഴിച്ചാലും അവന്റെ മനസ്സിൽ നീ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ മനസ്സിലും മറ്റൊരാളെ ഇനി സ്വീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അങ്ങനെ പറ്റുമോ കുട്ടിയെ? അയാൾ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ ഇരുന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നത് അയാൾ കണ്ടു. അയാൾ എഴുന്നേറ്റ് വന്ന് ശ്രീകുട്ടിയുടെ മുന്നിൽ വന്ന് നിന്നു. എനിക്ക് മനസ്സിലാകും മോളെ, ഒരു പെണ്ണിനും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആദ്യ പുരുഷനെ മറക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് നീ ഒരിക്കലും എൻ്റെ സഞ്ജീവിനെ മറക്കില്ല. എന്നാ പിന്നെ നിനക്ക് ജീവിച്ചൂടെ അവൻ്റെ കൂടെ? അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിനക്ക് സാധിക്കും. ദക്ഷ എന്ന ആ പേരിന്റെ സ്ഥാനത്ത് നിന്റെ പേര് കൊണ്ടുവരാൻ നിനക്ക് സാധിക്കില്ലേ? ദക്ഷയെ സ്നേഹിക്കുന്നത് പോലെ അവൻ മോളെ സ്നേഹിക്കും. അങ്ങനൊരു കാര്യം മോളൊന്ന് ചിന്തിച്ചു നോക്ക്. ഏതൊരു പെണ്ണും ആഗ്രഹിക്കില്ലേ ഇതുപോലെ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്ന പുരുഷനെ? എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയിട്ടില്ലേ സഞ്ജീവ് എത്ര അധികം ദക്ഷയെ സ്നേഹിക്കുന്നു എന്ന്? ആ സ്ഥാനത്ത് നിന്നെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്തിനും, നിന്റെ എന്ത് സഹായത്തിനും ഞാൻ കൂടെയുണ്ടാകും. സഞ്ജീവിനെ മാറ്റിയെടുക്കാൻ നിന്റെ കൂടെ ഞാൻ നിൽക്കാം. സാധിക്കുമോ നിനക്ക്? എന്തും പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു പക്ഷെ നിനക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയാൽ, നിന്റേതാക്കാൻ പറ്റിയാൽ, ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവതി നീയായിരിക്കുമെന്ന് ഞാൻ പറയും. അത്രയ്ക്ക് നല്ല മനസ്സാണ്. സ്നേഹത്തിന് വേണ്ടി കാണിച്ചു കൂട്ടിയ നെറുകേടുകളാണ് ഇതെല്ലാം. അതിന് അവന് അവൻ്റെതായ ന്യായമുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് അതൊരിക്കലും ന്യായമല്ല. ഈ എനിക്കടക്കം ഒരു പെണ്ണിന് വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. എൻ്റെ സഞ്ജുമോൻ്റെ ജീവിതത്തിൽ നീ ഒന്ന് കടന്നു വരാമോ? ദക്ഷിണിയെ അവൻ മറന്ന് നിന്നെ സ്വീകരിച്ചാൽ നീ ഉണ്ടാകോ എൻ്റെ സഞ്ജീവിൻ്റെ കൂടെ? അവനിപ്പോ ആരുമില്ല. അച്ഛൻ, അമ്മ, അനിയൻ, കുടുംബം, ആരും. ഒറ്റയ്ക്കാണ്. ആ ഒറ്റയ്ക്കായവൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചമാകാൻ കടന്നു വരാമോ നിനക്ക്? ഗോപിച്ചേട്ടൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മുഖമുയർത്തി അയാളെ നോക്കി. ഗോപിച്ചേട്ടാ, എൻ്റെ ഈ വരവ് സത്യത്തില് എനിക്ക് സഞ്ജീവിൻ്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടിയാണ്. ഗോപിച്ചേട്ടൻ പറഞ്ഞത് സത്യമാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് മറ്റൊരാളുടെ മുഖവും കടന്നു വരുന്നില്ല. സഞ്ജീവിൻ്റെ അല്ലാതെ, എൻ്റെ സമ്മതമില്ലാതെ എന്നെ സ്വന്തമാക്കിയതാണെങ്കിലും ഇപ്പോൾ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് സഞ്ജീവിൻ്റെ ഒപ്പമുള്ള ജീവിതം. സഞ്ജീവ് ദക്ഷയെ പ്രണയിക്കുന്നത് കണ്ട് ആ പ്രണയം ഞാനായിരുന്നു എങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവൾ പറഞ്ഞതും ഗോപിച്ചേട്ടൻ പുഞ്ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ചു. ഇത് മതി, ഈ ഒരു ഉറപ്പ് മതി എനിക്ക്. നമുക്ക് തിരിച്ചു കൊണ്ടുവരണം സഞ്ജീവിനെ. ഒരാളുടെ മുന്നിലും തോൽപ്പിക്കാനല്ല, സ്വയം തോൽക്കാതിരിക്കാൻ. ഇനിയൊരു പക്ഷെ ദക്ഷയെ കിട്ടിയില്ലെങ്കിൽ എൻ്റെ സഞ്ജു, അവൻ ചിലപ്പോൾ സ്വയം ജീവിതം അവസാനിപ്പിക്കും. അതില്ലാതിരിക്കാൻ അവനൊരു തുണ വേണം, ഒരു ഇണ വേണം. അതിന് മോൾക്ക് പറ്റും. അവൻ്റെ എല്ലാം അറിഞ്ഞുകൊണ്ട്, അവൻ്റെ നല്ലതും ചീത്തയും എല്ലാം അറിഞ്ഞ്, അവനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അറിഞ്ഞ നീ വേണം അവൻ്റെ കൂടെ. ഇനി നമുക്ക് മാറ്റിയെടുക്കാം. ഞാനുണ്ടാവും എന്തിനു കൂടെ. അയാൾ പറഞ്ഞതും അതെ, സഞ്ജീവിനെ മാറ്റിയെടുത്തേ പറ്റൂ. അല്ലെങ്കിൽ ഒരുപാട് ജീവിതങ്ങൾ അതുമൂലം നഷ്ടപ്പെടും. പക്ഷേ സഞ്ജീവിനെ തിരിച്ചു പിടിച്ചാൽ ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടുക മാത്രമല്ല, ആരുമില്ലാത്ത എനിക്ക് സഞ്ജീവിനെ കിട്ടും. ഞാൻ നോക്കിക്കൊള്ളാം. എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഞാനുണ്ടാകും കൂടെ, എൻ്റെ ഈ ശ്വാസം നിൽക്കുന്നത് വരെ. ശ്രീകുട്ടി പറഞ്ഞു. മതി, ഈ ഒരു ഉറപ്പ് മതി എനിക്ക്. ഇപ്പോഴാ ആശ്വാസമായത്. അയാൾ ഒന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു. മോള് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, വിശ്രമിച്ചോളൂ. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും സന്തോഷമാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. എൻ്റെ സഞ്ജുവിനെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം. അതിന് ഒരുപാട് കടമ്പകൾ നമ്മൾ കടക്കേണ്ടി വരും. ഒരുപാട് യാതനകൾ മോൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ എല്ലാം കഴിയുമ്പോൾ നിനക്ക് മുന്നിൽ നല്ലൊരു ജീവിതം ഉണ്ടാകും. അയാൾ പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടിയുടെ തലയിൽ തഴുകി. അത് മതി, നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സാധിക്കും സഞ്ജീവിനെ മാറ്റിയെടുക്കാൻ. ശ്രീകുട്ടി പറഞ്ഞു. ഉറപ്പായിട്ടും ഞാനുണ്ടാവും മോളെ. എൻ്റെ മകനെ പോലെയാണ്. പോലെയല്ല, എൻ്റെ മകൻ തന്നെയാണ്. അവനെ ഒരു നാശത്തിലേക്ക് തള്ളിവിടാൻ എനിക്ക് പറ്റില്ല. അവനിങ്ങനെ ഒരു പെണ്ണിനു വേണ്ടി ജീവിതം നശിപ്പിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല.
അവൻ ജീവിക്കണം. കുടുംബം, കുട്ടികള്, അവനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പെണ്ണ് എല്ലാമായിട്ട് അവൻ ജീവിക്കുന്നത് എനിക്ക് കാണണം. അതിന് അതിനെന്തും ഞാൻ ചെയ്യാം. നിന്റെ കൂടെ ഞാൻ എന്തിനും ഉണ്ടാകും, അയാൾ പറഞ്ഞു. പക്ഷെ ഗോപിച്ചേട്ടാ, അതിനു മുമ്പ് എനിക്ക് ശ്രീദേവിനെയും ദക്ഷയെയും കാണണം, ശ്രീകുട്ടി പറഞ്ഞു. എന്തിന്? സംസാരിക്കണം. സഞ്ജീവിനെ കുറിച്ച് എനിക്ക് പറയണം. എൻ്റെ കൂടെ അവർ കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും സഞ്ജീവിനെ തിരിച്ചു പിടിക്കാൻ പറ്റും, ശ്രീകുട്ടി പറഞ്ഞു. അത് അതെങ്ങനെ മോളെ? അവരൊരിക്കലും അതിന് എനിക്ക് തോന്നുന്നില്ല മോളെ. ഇല്ല, അങ്ങനെയല്ല ഗോപിച്ചേട്ടാ. ദക്ഷ അവൾക്ക് മനസ്സിലാവും എന്നെ. അവളും ശ്രീദേവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് സഞ്ജീവിനെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ എന്തായാലും ശ്രീദേവിനെയും ദക്ഷയെയും കാണാൻ തീരുമാനിച്ചു. എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ദക്ഷിണയോളം മറ്റാർക്കും പറ്റില്ല. ഞാൻ പറഞ്ഞു നോക്കട്ടെ. ആട്ടിപ്പായിക്കുകയാണെങ്കിൽ വേണ്ട, നമ്മൾ ഒറ്റയ്ക്ക് മതി, അവൾ പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.